കുസാറ്റിലെ യൂണിവേഴ്സിറ്റി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. വർഷങ്ങളായി പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കുക. പരീക്ഷാ രജിസ്ട്രേഷന് വേണ്ടിയുള്ള സമർത്ഥ് പോർട്ടലിന്റെ തകരാറുകൾ പരിഹരിക്കുക. ലേഡീസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് 11 മണിക്ക് ശേഷം ആവശ്യമായ സാധനങ്ങളും ഭക്ഷണവും ഡെലിവറി സ്വീകരിക്കുവാനുള്ള അനുമതി നൽകുക. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള ക്യാമ്പസിലെ ടോയ്ലറ്റുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. ഇന്റർഗ്രേറ്റഡ് MSc ലാബുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക. കുസാറ്റിലെ മ്യൂസിക്കൽ ഇവന്റ്സിന് ഗവൺമെന്റ് റെഗുലേഷനുകൾക്കും മുകളിലുള്ള സിൻഡിക്കേറ്റിന്റെ അനാവശ്യ റെഗുലേഷനുകൾ ഒഴിവാക്കുക. സഹൃദയ ഹോസ്റ്റലിന് മുന്നിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. മതിയായ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് KSU കുസാറ്റ് മാർച്ച് നടത്തുകയും രജിസ്ട്രാറുമായി ചർച്ച നടത്തുകയും ചെയ്തു. പച്ചയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ പറയാം, SOയിലെ കുട്ടികൾക്ക് അവിടെ ബോയ്സ് ടോയ്ലറ്റ് സാധാരണ മൂത്രയ്ക്ക് ഒരു യൂറൈനലിന്റെ സാധനം ഉണ്ടാവും ബാത്റൂമുകളിൽ. അവിടെ എങ്ങനെയാണെന്നറിയോ, ചാല 25 വർഷം മുന്നേ ഉള്ള അവിടെ ഒരു ക്ലോസറ്റ് വെച്ചേക്കോ ഇവിടെ മുള്ളുക എന്ന് പറഞ്ഞിട്ട്. അതാണ് SOയിലെ ടോയ്ലറ്റിന്റെ അവസ്ഥ. പ്രാഥമിക സൗകര്യങ്ങൾ പോലും യൂണിവേഴ്സിറ്റിയിൽ വർഷാവർഷം 5% ഫീസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചതിനേക്കാളും 5% കൂടുതൽ ഫീസായിരിക്കും. ഫീസ് കൂടുതൽ മേടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കണം. അത് ഒരുക്കാനുള്ള ഈ രജിസ്ട്രാറിന്റെ ഈ സിൻഡിക്കേറ്റിന്റെ ഈ ഇടതുപക്ഷ സിൻഡിക്കേറ്റിന്റെ കളി ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കില്ല. KERF റാങ്കുകൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ SLSന്റെ അവസ്ഥ അറിയാം. ലോയിൽ NIR റാങ്ക് 13. കുട്ടികൾക്ക് റിസോഴ്സസ് ഇല്ല. ഏറ്റവും കൂടുതൽ ഫീസ് മേടിക്കുന്ന എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് കുസാറ്റ്. എന്നിട്ട് SOയിലെ ഫീസിന്റെ കാര്യം പറഞ്ഞാൽ അയാൾ പറയും SOI കുസാറ്റിന്റെ അല്ലാന്ന്. അതാണ് രജിസ്ട്രാറിന്റെ മറുപടി. നിങ്ങൾ കേൾക്കണം. അതിന് പുറമെ LHലെ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ഇങ്ങനെ നിൽക്കാൻ ചെയ്യാം. 11 മണിക്ക് ശേഷം അവർക്ക് ഇവിടെ ഒന്നുപോലും നിൽക്കാൻ പറ്റൂല. അതാണ് ഇതൊരു ക്ലോസ്ഡ് കോമ്പൗണ്ടാ. ഇതിനകത്ത് 11 മണിക്ക് ശേഷം കുട്ടികൾക്ക് വിശന്നാൽ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള സംവിധാനം പോലും ഇല്ല. ഇതെന്താ ജയിലാണോ? അതോ യൂണിവേഴ്സിറ്റി? കൂടാതെ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്യാമ്പസ് ഒരു അപകടം ഉണ്ടായി, ശരിയാണ്. അതിനു മുന്നേ എത്രത്തോളം ഉണർന്നിരുന്ന ക്യാമ്പസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓരോരോ ഹോസ്റ്റലുകളുടെ ഫെസ്റ്റുകളായിട്ട് വ്യത്യസ്ത പരിപാടികളായിട്ട് നമ്മുടെ ക്യാമ്പസ് നിറഞ്ഞു നിന്നതാ. പറയൂ